ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്സ് എന്ന കൺസെപ്റ്റാണ്. 4 ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻ, 2 അഡ്രസ് ഇൻസ്ട്രക്ഷൻ, 1 അഡ്രസ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് 0 അഡ്രസ് ഇൻസ്ട്രക്ഷൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ്റെ ഫോർമാറ്റ് എടുക്കുമ്പോൾ അതിന് എത്ര ഫീൽഡുകളാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നത്? 3 ഫീൽഡ് ഉണ്ടായിരുന്നു. ഒന്നെന്തായിരുന്നു OP കോഡ് ഫീൽഡ്, പിന്നെ ഒന്ന് അഡ്രസ് ഫീൽഡ്, പിന്നെ ഒന്ന് മോഡ് ഫീൽഡ്. ഇതിനകത്തുള്ള അഡ്രസ് ഫീൽഡിനനുസരിച്ചാണ്, അതായത് എത്ര അഡ്രസ് ഫീൽഡ് കൊടുക്കുന്നുണ്ടോ അതിനനുസരിച്ചാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുന്നത്. അങ്ങനെ നമ്മളിവിടെ 4 ടൈപ്പും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്പർ ഓഫ് അഡ്രസ് ഫീൽഡ് ഡിപ്പെൻഡ്സ് ഓൺ ഇൻറ്റേർണൽ ഓർഗനൈസേഷൻ ഓഫ് ദി രജിസ്റ്റേഴ്സ്. അതായത് രജിസ്റ്റേഴ്സിൻ്റെ ഇൻറ്റേർണൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ CPU ഓർഗനൈസേഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് എത്ര അഡ്രസ് ഫീൽഡാണ് ഇതിനകത്തുള്ളത് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ മെയിനായിട്ട് 3 ടൈപ്പ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ CPU ഓർഗനൈസേഷനാണുള്ളത്, അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഓർഗനൈസേഷനാണുള്ളത്. ഒന്ന് സിംഗിൾ അക്യുമുലേറ്റർ ഓർഗനൈസേഷൻ, പിന്നെ ഒന്ന് ജനറൽ രജിസ്റ്റർ ഓർഗനൈസേഷൻ, പിന്നെ ഒന്ന് സ്റ്റാക്ക് ഓർഗനൈസേഷൻ. അപ്പോൾ ഇതിനകത്തുള്ള ഈ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ്റെ ബേസിലാണ് നമ്മൾ 4 ടൈപ്പ് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്സ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? 3 അഡ്രസ്സ്, 2 അഡ്രസ്സ്, 1 അഡ്രസ്സ്, 0 അഡ്രസ്സ്. അപ്പോൾ ഓരോന്ന് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളിവിടെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻ ആണ്. കമ്പ്യൂട്ടർ വിത്ത് 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്സ് ക്യാൻ യൂസ് ഈച്ച് അഡ്രസ് ഫീൽഡ് ടു സ്പെസിഫൈ ഐദർ എ പ്രോസസർ രജിസ്റ്റർ ഓർ എ മെമ്മറി ഓപ്പറൻറ്റ്. 3 അഡ്രസ്സ് ഉള്ള ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഓരോ എന്താ പറയുക, ഇൻസ്ട്രക്ഷനകത്തും അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റിനകത്തും നമ്മൾ 3 എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? അഡ്രസ്സുകൾ, 3 രജിസ്റ്റേഴ്സിൻ്റെ അഡ്രസ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതൊന്നെങ്കിൽ പ്രോസസർ രജിസ്റ്റർ ആവാം, അല്ലെങ്കിൽ മെമ്മറി ഓപ്പറൻ്റ് ആവും. ഏതായാലും 3 ടൈപ്പ് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? അഡ്രസ്സ് യൂസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇത്തരം 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ലെങ്ത്ത് കുറവായിരിക്കും കേട്ടോ. മറ്റുള്ളതായിട്ട് കമ്പയർ ചെയ്യും. മറ്റേത് അഡ്രസ്സുകൾ കുറഞ്ഞ് വരുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ്റെ ഇത് കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ ലെങ്ത്ത് കൂടി വരും. ഇവിടെ കണ്ടോ, 3 അഡ്രസ്സുള്ള ഇൻസ്ട്രക്ഷൻ ആയപ്പോൾ അതാകെ 3 സ്റ്റേറ്റ്മെൻറ്റിൽ തീർന്നു. പക്ഷേ നെക്സ്റ്റ് ഒക്കെ പറയുമ്പോൾ നമുക്ക് ആ മാറ്റം കാണാൻ കഴിയും. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ദാറ്റ് ഇവാലുവേറ്റ് x = a+b c+d. ഇവിടെ നമ്മൾ a+bയും c+dയും എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആഡ് r1 ab, അതായത് m(a), മെമ്മറിയിലുള്ള എൻ്റെ കണ്ടൻറ്റും മെമ്മറിയിലുള്ള നെക്സ്റ്റ് കണ്ടൻറ്റും അതായത് ബിയും ആഡ് ചെയ്തിട്ട് r1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രജിസ്റ്ററിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് മെമ്മറിയിലുള്ള കണ്ടൻറ്റ് അഡീഷൻ ചെയ്തിട്ട് റിസൾട്ടിന് രജിസ്റ്ററിൽ കൊടുക്കും. നെക്സ്റ്റ് ആഡ് r2 c, d, മെമ്മറിയിലുള്ള വേറെ 2 കണ്ടൻ്റ് ആയിട്ടുള്ള m(c)യും m(d)യും ആഡ് ചെയ്തിട്ട് ആ റിസൾട്ടിനെ എവിടെ കൊടുക്കും? r2 രജിസ്റ്ററിൽ കൊടുക്കും. നെക്സ്റ്റ് മൾ x, r1, r2. നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ r1ലും r2ലും ഡാറ്റ സ്റ്റോർ ചെയ്തില്ലേ, ആ r1ലും r2ലുള്ള ഡാറ്റേനെ മൾട്ടിപ്ലൈ ചെയ്ത് റിസൾട്ടിനെ മെമ്മറിയിൽ കൊണ്ടുപോയി വെക്കുക. അതായത് m(a), m(b), m(c), m(d), m(x) എന്ന് പറഞ്ഞാൽ മെമ്മറി ഓപ്പറൻസ് ആണ്. അതായത് മെമ്മറിയിലുള്ള ഡാറ്റയാണ് നമ്മൾ ഇതിനകത്ത് പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. r1, r2 എന്നൊക്കെ പറയുമ്പോൾ രജിസ്റ്റേഴ്സിലുള്ള ഡാറ്റയാണ്. അപ്പോൾ 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻ്റെ കേസിൽ മെമ്മറി കണ്ടൻറ്റും ഉണ്ടായിരിക്കും, രജിസ്റ്റേഴ്സും ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ പ്രത്യേകം എടുത്ത് പറയുന്നത് നെക്സ്റ്റിൽ മാറ്റമുണ്ട് എന്നുള്ളതുകൊണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ ഈ കാൽക്കുലേഷൻ ചെയ്തതെന്ന് മനസ്സിലായി. അപ്പോൾ 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് ചോദിക്കുമ്പോൾ ഈ എക്സാമ്പിൾസും കൂടെ ആഡ് ചെയ്ത് തന്നെ എഴുതണം, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. കാരണം ഈ എക്സാമ്പിളിലാണ് കറക്റ്റ് കണ്ടൻറ്റ് കിടക്കുന്നത്. അഡ്വാൻറ്റേജ്: ഇറ്റ് റിസൾട്ട് ഇൻ ഷോർട്ട് പ്രോഗ്രാം വെൻ ഇവാലുവേറ്റിംഗ് അരിത്മെറ്റിക് എക്സ്പ്രഷൻ ചെയ്യുമ്പോൾ എന്താണ്, ഷോർട്ട് പ്രോഗ്രാമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. കണ്ടല്ലോ, ഇവിടെ 3 സ്റ്റേറ്റ്മെൻറ്റോട് കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഡിസഡ്വാൻറ്റേജ്: ബൈനറി കോഡ് ഇൻസ്ട്രക്ഷൻ റിക്വയർ ടു മെനി ബിറ്റ്സ് ടു സ്പെസിഫൈ 3 അഡ്രസ്. അതേപോലെ തന്നെ എന്താണ്, നമ്മൾ ബൈനറി കോഡിലാക്കി ഇൻസ്ട്രക്ഷൻസ് മാറ്റുമ്പോൾ കുറേ ബിറ്റ്സ് അധികം വേണ്ടി വരും 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻ ആകുമ്പോൾ. എക്സാമ്പിൾ കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ സൈബർ 170, അതായത് സൈബർ 170 എന്ന കമ്പ്യൂട്ടറിലൊക്കെയാണ് നമ്മൾ ഇത്തരം 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 3 അഡ്രസ് ഇൻസ്ട്രക്ഷനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയില്ലേ, എന്താണ് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ എക്സാമ്പിൾ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ഇതേ അല്ലെങ്കിൽ എക്സ്പ്രഷൻ നമ്മളെങ്ങനെ 2 അഡ്രസ് ഇൻസ്ട്രക്ഷനിൽ ചെയ്യാം. അതായത് x = a+b c+d എന്നാണ് നമ്മൾ നോക്കുന്നത്. അത് നോക്കുന്നതോടുകൂടി തമ്മിലുള്ള മാറ്റം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. 2 അഡ്രസ് ഇൻസ്ട്രക്ഷൻസ് ആർ ദ മോസ്റ്റ് കോമൺ ഇൻ കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടേഴ്സ്. മോസ്റ്റ് ഓഫ് ദി കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടേഴ്സിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് 2 അഡ്രസ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഹിയർ ഈച്ച് അഡ്രസ് ഫീൽഡ് ക്യാൻ സ്പെസിഫൈ ഐദർ എ പ്രോസസർ രജിസ്റ്റർ ഓർ എ മെമ്മറി വേർഡ്. ഇതിനകത്തുള്ള അഡ്രസ് ഫീൽഡുകൾ ഒന്നുകിൽ രജിസ്റ്ററിനെയാണ് മീൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ മെമ്മറി വേർഡിനെയാണ് യൂസ് ചെയ്യുന്നത്. മറ്റേതും അങ്ങനെ തന്നെയായിരുന്നല്ലോ, രജിസ്റ്ററോ മെമ്മറി വേർഡോ ആയിരുന്നു. അപ്പോൾ 2 അഡ്രസ്സിലും 3 അഡ്രസ്സിലും ആ കാര്യത്തിൽ വലിയ മാറ്റില്ല. പക്ഷേ ഇവിടെ 2 അഡ്രസ്സേ യൂസ് ചെയ്യുന്നുള്ളൂ, അവിടെ 3 യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ ലെങ്ത്ത് കുറവാണ്, ഇവിടെ എന്താണ്, ലെങ്ത്ത് കൂടുതലാണ്. അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ദാറ്റ് ഇവാലുവേറ്റ് x = a+b c+d. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക? മൂവ് r1, a. ആദ്യം മെമ്മറിയിലുള്ള എൻ്റെ കണ്ടൻറ്റിനെ നമ്മൾ രജിസ്റ്റർ കൊടുത്തു, r1ലേക്ക് കൊടുത്തു.
ആഡ് R1, B. നെക്സ്റ്റ് എന്ത് ചെയ്തു, മെമ്മറിയിലുള്ള കണ്ടോ ഇവിടെ ആഡ് ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത്. ബീൻ്റെ മെമ്മറിയിലുള്ള കണ്ടൻറ്റിനെ പിടിച്ച് R1ക്ക് ആഡ് ചെയ്തു. അതായത് R1ൽ ആരുണ്ട്, M(A)ലുണ്ട്. എന്നിട്ട് ആ R1 പ്ലസ് M(B) ചെയ്തിട്ട് ആ റിസൾട്ടിനെ ഇവിടെ കൊണ്ടുവച്ചു, R1ൽ ചെയ്തു വെച്ചു. ഇത് മസ്റ്റായിട്ട് പഠിച്ചിരിക്കട്ടെ, എഴുതി പഠിച്ചോളൂ. കാരണം കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് ചിലർക്കെങ്കിലും. കൺഫ്യൂഷൻ വരാതിരിക്കാൻ എന്ത് ചെയ്യുക, എഴുതിയെങ്കിലും പഠിക്കുക. കാരണം എക്സാമിന് ഇത് ചോദിച്ചാൽ ഫുൾ മാർക്ക് കിട്ടണം. മൂവ് R2, C. നെക്സ്റ്റ് നമ്മൾ മെമ്മറിയിലുള്ള സീനെ പിടിച്ചിട്ട് നമ്മൾ R2 പറഞ്ഞ രജിസ്റ്ററിൽ കൊടുത്തു. ആഡ് R2, D. അപ്പോൾ R2ൽ ആരുണ്ട്, C ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യും, ഡീനെയും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ M(D) അങ്ങനെ പ്രത്യേകം കൊടുക്കേണ്ട. M(D) എന്ന് പറഞ്ഞാൽ മെമ്മറിയിലുള്ള ഓപ്പറൻറ്റിനെയാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് M(D), M(B), M(A) എന്നൊക്കെ എഴുതുന്നത്. അതൊക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കണേ. D+ എന്ന് പറഞ്ഞാൽ കൊടുക്കരുത്. D എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ മെമ്മറിയിലുള്ള ഡീനെ ആഡ് ചെയ്തു, ആരായിട്ട്, R2 ആയിട്ട് ആഡ് ചെയ്തു. എന്നിട്ട് ആ റിസൾട്ടിനെ നമ്മൾ R2ൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു. അപ്പോൾ അത്രയും അഡീഷൻ ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷനാണ്. R1, R2, അതായത് R1നെയും R2നെയും മൾട്ടിപ്ലൈ ചെയ്ത് ആ റിസൾട്ടിനെ നമ്മൾ R1ൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് ഈ സ്ലാഷ് ഇട്ടാണ് കൊടുത്തിട്ടുള്ളത്. 2 സ്ലാഷ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കമൻറ്റ് എന്നുള്ള രീതിയിലാട്ടോ. എന്താണെന്ന് നമുക്ക് യൂസർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എക്സാമിന് എഴുതുമ്പോൾ ഇതും എഴുതണം, അതിൻ്റെ കൂടെ എന്താണെന്ന് ഇവിടെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഇതും കൂടെ എഴുതണം കേട്ടോ. ഒറ്റയ്ക്ക് എഴുതി വെക്കരുത്, ഇതും കൂടെ എഴുതണം. അപ്പോഴേ നിങ്ങൾക്ക് ഈ കണ്ടൻറ്റ് കറക്റ്റ് മനസ്സിലാക്കണമെന്ന് വാല്യൂ ചെയ്യുന്നവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ R1 ഗീവ്സ് R1 സ്റ്റാർ R2 രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് റിസൾട്ട് R1ൽ സ്റ്റോർ ചെയ്തു. നെക്സ്റ്റ് മൂവ് X, R1. എന്തുകൊണ്ട് നമ്മൾ ഈ ലാസ്റ്റ് ഇത് ചെയ്തു എന്ന് വെച്ചാൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം നമുക്ക് റിസൾട്ട് കിട്ടേണ്ടത് Xലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമില്ല എന്ന് പലരും ചിന്തിക്കും. എന്തിനതൊരു എക്സ്ട്രാ ഇല്ലെങ്കിൽ ചിന്തിക്കും. ഒരിക്കലും അല്ല. കാരണം Xലാണ് നമുക്ക് റിസൾട്ട് വരേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ R1 M(X) ഗീവ്സ് R1. R1ലുള്ള ഡാറ്റനെ കൊടുത്തു, മെമ്മറിയിലേക്ക് കൊടുത്തു, X എന്ന ലൊക്കേഷനിലേക്ക് കൊടുത്തു. ഓക്കെ, ഇത്രയാണ് 2 അഡ്രസ് ഇൻസ്ട്രക്ഷൻ അകത്തുള്ളത്. ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. 3 അഡ്രസ് ആയിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം എന്താണ്, ഇത് കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയി. മറ്റേ അത്ര ലെങ്ത്ത് ഉണ്ടായിരുന്നില്ല. 3 സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. പക്ഷേ അതാണ് ഇതിൻ്റെ ഒരു തമ്മിലുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ. പിന്നെ ഒന്നുള്ളത് എന്താ വെച്ചാൽ ഇതിനകത്ത് കമ്പയറിങ് ടു 3 അഡ്രസ്സ് വെച്ച് നോക്കുമ്പോൾ ബിറ്റ്സ് കുറച്ച് യൂസ് ചെയ്താൽ മതി. 3 അഡ്രസ്സ് ആകുമ്പോൾ കൂടുതൽ ബിറ്റ്സ് നമ്മൾ ബൈനറി കോഡ്ക്ക് മാറ്റുമ്പോൾ യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ കുറച്ച് ബിറ്റ് യൂസ് ചെയ്താൽ മതി. ഇനി 1 അഡ്രസ്സ് ആകുമ്പോൾ അത്രയും ബിറ്റ് യൂസ് ചെയ്യേണ്ട. ഓക്കെ, അതൊക്കെയാണ് ഓരോ തമ്മിലുള്ള മാറ്റങ്ങൾ. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ അതും കൂടെ കൂടി എഴുതുക. വെറുതെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അത് ഇതിനകത്ത് മനസ്സിലാവുന്ന കാര്യങ്ങളല്ല. അപ്പോൾ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ അല്ലെങ്കിൽ എക്സാമിന് എഴുതുമ്പോൾ അതും കൂടെയൊക്കെ ആഡ് ചെയ്തിട്ടൊക്കെ നിങ്ങളുടേതായ ബേസിൽ എഴുതിക്കോളൂ, കുഴപ്പമില്ല കേട്ടോ. നെക്സ്റ്റ് 1 അഡ്രസ് ഇൻസ്ട്രക്ഷൻസ്. യൂസ് ആൻ ഇംപ്ലൈഡ് അക്യുമുലേറ്റർ രജിസ്റ്റർ ഫോർ ഓൾ ഡാറ്റ മാനിപ്പുലേഷൻ. എല്ലാ ഡാറ്റ മാനിപ്പുലേഷനും വേണ്ടി നമ്മളൊരു അക്യുമുലേറ്റർ രജിസ്റ്ററാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് എന്ത് ഓപ്പറേഷൻ ചെയ്യുമ്പോഴും 1 അഡ്രസ്സ് അല്ലേ, ഒരൊറ്റ അഡ്രസ്സ് നമ്മൾ കൊടുക്കുള്ളൂ. മറ്റേ ആളാരായിരിക്കും, അക്യുമുലേറ്റർ ആയിരിക്കും എന്നുള്ള കൺഫർമേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രോസസ്സിങ് ചെയ്യുക. മറ്റൊരു കാര്യമായിരുന്നു 3 അഡ്രസ്സിലും 2 അഡ്രസ്സിലായപ്പോൾ മെമ്മറി വേർഡും അതേപോലെ രജിസ്റ്റേഴ്സും ആയിരുന്നു. ഇവിടെ വരുമ്പോൾ അക്യുമുലേറ്ററാണ് അപ്പുറത്തുള്ളത് എന്നുള്ള കൺസിഡറേഷനിൽ നമ്മൾ ഒറ്റ വേരിയബിൾ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഒറ്റ അഡ്രസ്സ് യൂസ് ചെയ്തിട്ടാണ് പെർഫോം ചെയ്യുക. അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ദാറ്റ് ഇവാലുവേറ്റ് X = A+B * C+D. ഓക്കെ, ഇത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ലോഡ് A. ഫസ്റ്റ് നമ്മൾ A ലോഡ് ചെയ്തു. അപ്പോൾ നമ്മൾ അക്യുമുലേറ്ററാണ് അപ്പുറത്തുള്ളത് കേട്ടോ. അത് നമ്മൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റാണ്. സോ എന്താണ് ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, അക്യുമുലേറ്റർക്ക് നമ്മൾ മെമ്മറി വേർഡായിട്ടുള്ള Aനെ നമ്മൾ ലോഡ് ചെയ്ത് കൊടുത്തു. ആഡ് B. അപ്പോൾ അക്യുമുലേറ്ററിൽ ആരുണ്ട്, M(A) ഉണ്ട്. അതിനകത്തേക്ക് M(B) ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൂടെ കൊടുക്കണം കേട്ടോ. കമൻറ്റ് ആ സ്ലാഷ് ഇട്ട് കൊടുക്കണം. ഇതിനകത്ത് സ്ലാഷ് ഇടാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ സ്ലാഷ് ഇട്ടിട്ട് കമൻറ്റ് കൊടുക്കുക. AC gives AC + M(B). അതായത് A ലോഡ് ചെയ്തു, അതിനകത്തേക്ക് M(B) ആഡ് ചെയ്തു. അത്രേ ഉള്ളൂ സംഭവം. പക്ഷേ അക്യുമുലേറ്ററിലേക്കാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള ഒരു മനസ്സിലാക്കേണ്ട കാര്യമാണ്. നെക്സ്റ്റ് സ്റ്റോർ T. അതായത് ഒരു ടെമ്പററി വേരിയബിളിലേക്ക്, മറ്റേലൊന്നും ഇല്ലാത്തൊരു വേരിയബിൾ ആട്ടോ ഇത് സ്റ്റോർ T. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 1 അഡ്രസ്സ് ആയിപ്പോയേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും കൂടി ലെങ്ത്ത് കൂടി, അങ്ങനെ ടീം കൂടെ ആഡ് ചെയ്യേണ്ടി വന്നില്ല നമുക്ക്. അപ്പോൾ സ്റ്റോർ T എന്ന് പറയുമ്പോൾ എന്താണ്, അക്യുമുലേറ്ററിൽ ഇപ്പോൾ എന്തൊക്കെ കണ്ടൻറ്റ് ഉണ്ട്, M(A)യും B)യും ചെയ്ത കണ്ടൻറ്റ് ഉണ്ട്. ആ കണ്ടൻറ്റിനെ പിടിച്ച് നമ്മൾ ടെമ്പററി ലൊക്കേഷനിലേക്ക്, അതായത് M(T)യിലേക്ക് മാറ്റി. അതിനാണ് സ്റ്റോർ T എന്ന് പറയാം. നെക്സ്റ്റ് ലോഡ് C. അടുത്തത് നമ്മൾ അക്യുമുലേറ്റർ. അപ്പോൾ അക്യുമുലേറ്ററിലുള്ള ആളെ നമ്മൾ ഒരിടത്ത് കൊണ്ടുപോയി വെച്ചു. ഇനി അക്യുമുലേറ്റർ ഫ്രീ അല്ലേ.
അപ്പോൾ അക്യുമുലേറ്റർക്ക് നമ്മൾ ആരെ കൊണ്ടുവരും, എം ഓഫ് സീനെ കൊണ്ടുവരും, അതാണ് ലോഡ് സി. പിന്നെ ആഡ് ഡി എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ സി അവിടെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അക്യുമുലേറ്റർക്ക്, അതിക്ക് നമ്മൾ എം ഓഫ് ഡി കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ആ ഡാറ്റ എവിടെ എത്തും, അക്യുമുലേറ്ററിലെത്തും. ദെൻ മള്ളി ടി എന്ന് പറഞ്ഞാൽ എന്താണ്, അക്യുമുലേറ്ററിൽ സി പ്ലസ് ഡി ഉണ്ടല്ലോ, ആ സി പ്ലസ് ഡിനോടും ഈ ടിയിലുള്ള ഈ എ പ്ലസ് ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് റിസൾട്ടിന് എവിടെ എത്തും, അക്യുമുലേറ്ററിലെത്തും. നെക്സ്റ്റ് സ്റ്റോർ എക്സ്, ഈ അക്യുമുലേറ്ററിലുള്ള റിസൾട്ട് ഉണ്ടല്ലോ എ പ്ലസ് ബി സ്റ്റാർ സി പ്ലസ് ഡി എന്ന റിസൾട്ട്, അത് നമ്മൾ എവിടെ കൊണ്ടുപോയി വെക്കും, മെമ്മറിയിലുള്ള എക്സിൽ കൊണ്ടുപോയി വെക്കും. ഓക്കെ, ഇത്രയാണ് വൺ അഡ്രസ് ഇൻസ്ട്രക്ഷൻ്റെ പ്രത്യേകതകളുള്ളത്. അതായത് ഇങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു വേരിയബിളല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു അഡ്രസ്സല്ലേ കൊടുത്തിട്ടുള്ളൂ, അപ്പോൾ അപ്പുറത്ത് ആരാ എന്ന് ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പുറത്ത് നമ്മുടെ അക്യുമുലേറ്റർ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ടി എന്നൊരു വേരിയബിൾ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് പ്രോസസ്സ് നല്ല രീതിയിൽ കംഫർട്ടായി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യണം. ഇവിടെ നമ്മൾ ടി ആണ് ഒരു ടെമ്പററി വേരിയബിളായിട്ട് യൂസ് ചെയ്തത്. കാരണം അക്യുമുലേറ്ററിൽ തന്നെ എല്ലാ പ്രോസസ്സും ചെയ്യുന്നത്. അങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ എക്സ്ട്രാ ടി വേരിയബിളൊക്കെ യൂസ് ചെയ്യണമെന്ന്. കാരണം അക്യുമുലേറ്റർ പിന്നെ യൂസ് ചെയ്യണമെങ്കിൽ അക്യുമുലേറ്ററിലുള്ള ആളെ നമ്മൾ വേറെ എവിടെയും കൊണ്ടുപോയി വെക്കണ്ടേ, അങ്ങനെ വെക്കാനാണ് ടി യൂസ് ചെയ്തത്. എന്നിട്ട് അക്യുമുലേറ്റർ പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഫൈനലി അതെല്ലാം കൂടെ അക്യുമുലേറ്ററിൽ എത്തിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് അക്യുമുലേറ്ററിലുള്ള ഡാറ്റനെ നമ്മൾ മെമ്മറിയിലും കൊണ്ടുപോയി വെച്ചു. ഓക്കെ, വൺ അഡ്രസ് ഇൻസ്ട്രക്ഷൻ മനസ്സിലായില്ലേ. നെക്സ്റ്റാണ് നമ്മുടെ സീറോ അഡ്രസ് ഇൻസ്ട്രക്ഷൻസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സ്റ്റാക്ക് ഓർഗനൈസ്ഡ് കമ്പ്യൂട്ടേഴ്സ്. നമ്മൾ ഈ സീറോ അഡ്രസ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത് സ്റ്റാക്ക് ഓർഗനൈസേഷൻ കമ്പ്യൂട്ടേഴ്സിലാണ്. അപ്പോൾ ഓരോ അഡ്രസ് ഇൻസ്ട്രക്ഷൻസും എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയണം. ചിലപ്പോൾ 1 വേർഡിനും 2 മാർക്കിനൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് വെറുതെ മാർക്ക് കളയുന്ന കേസായി മാറരുത്. സിമ്പിളാണ്, പക്ഷേ വെറുതെ മാർക്ക് കളയരുത് കേട്ടോ. അപ്പോൾ സ്റ്റാക്ക് ഓർഗനൈസ്ഡ് കമ്പ്യൂട്ടേഴ്സിനകത്താണ് സീറോ അഡ്രസ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ദാറ്റ് ഇവാലുവേറ്റ് എക്സ് ഈക്വൽ ടു എ പ്ലസ് ബി സ്റ്റാർ സി പ്ലസ് ഡി. നമ്മൾ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്താണ്, എക്സ് ഈക്വൽ ടു എ പ്ലസ് ബി സ്റ്റാർ സി പ്ലസ് ഡി ആണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. എങ്ങനെ സീറോ അഡ്രസ് ഇൻസ്ട്രക്ഷനകത്ത് അത് ചെയ്യാം എന്നാണ് നോക്കും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് സ്റ്റാക്ക് ഓർഗനൈസേഷനാണ്. അപ്പോൾ സ്റ്റാക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, പിന്നെ ഡിഗ്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ പി ജിക്കും പഠിക്കുന്നില്ലേ, ഡാറ്റ സ്ട്രക്ചേഴ്സ് അതിനകത്ത് പറയുന്നുണ്ടാവും. അപ്പോൾ ഒരു സ്റ്റാക്ക് എങ്ങനെയാണ് പുഷും പോപ്പൊക്കെ ചെയ്യുന്നത് നമുക്കറിയാം. പുഷ് പറഞ്ഞാൽ എന്താണ്, സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, പോപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാക്കിൽ നിന്ന് എടുക്കുക എന്നൊക്കെയുള്ള ഒരു എന്താണ് സ്റ്റാക്കിൻ്റെ പ്രോസസ്സുകളാണ് പുഷും പോപ്പൊക്കെ, അല്ലെങ്കിൽ സ്റ്റാക്കിൻ്റെ ഓപ്പറേഷൻസാണ്. അപ്പോൾ ആ ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പുഷ് എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ ഇതൊന്നും സീറോ അഡ്രസ്സ് അല്ലല്ലോ, ഇതൊക്കെ എന്താണ് 1 അഡ്രസ്സ് അല്ലേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ അതിൻ്റെ താഴെ കണ്ടോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ആഡ്, അതാണ് സീറോ അഡ്രസ്സ്. പിന്നെ കണ്ടോ ആഡ്, പിന്നെ താഴെ പിന്നെയുണ്ട് ആഡ്, പിന്നെ മള്ള്, അത്തരം ഓപ്പറേഷൻസാണ് സീറോ അഡ്രസ് ഇൻസ്ട്രക്ഷൻസ്. മറ്റേത് പുഷും പോപ്പും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്റ്റാക്കിൻ്റെ ഓപ്പറേഷൻസാണ്. അപ്പോൾ സ്റ്റാക്കിൻ്റെ ഓപ്പറേഷൻസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സീറോ അഡ്രസ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് പുഷ് എ. അതായത് നമ്മുടെ സ്റ്റാക്കിലേക്ക് എൻ ഇൻസേർട്ട് ചെയ്തു, ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിലേക്ക് ആർ ഇൻസേർട്ട് ചെയ്തു, എൻ ഇൻസേർട്ട് ചെയ്തു. TOS ഗീവ്സ് എ, TOS ആണ് ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. നെക്സ്റ്റ് പുഷ് ബി, ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിലേക്ക് ആരെ പുഷ് ചെയ്തു, ബീനെ പുഷ് ചെയ്തു. അങ്ങനെ എയും ബിയും സ്റ്റാക്കിലെത്തി കഴിഞ്ഞു. നെക്സ്റ്റ് ആണ് നമ്മുടെ സീറോ അഡ്രസ് ഇൻസ്ട്രക്ഷൻ ചെയ്യാൻ പോകുന്നത് ആഡ് എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് ബിറ്റിന് വേണ്ടി കുറേ ടൈം സ്പേസ് ഒന്നും വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. പക്ഷേ ലെങ്ത്ത് കൂടി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആഡ് ചെയ്തു. TOS ഗീവ്സ് എ പ്ലസ് ബീനെ പിടിച്ചിട്ട് ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിൽ കൊണ്ടുപോയി വെച്ചു. ഇനി പുഷ് സി, നമ്മൾ ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിൽ സി കൊടുത്തു. പുഷ് ഡി ആണ് ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിൽ ഡി കൊടുത്തു. ആഡ് TOS ഗീവ്സ് സി പ്ലസ് ഡി. എന്നിട്ട് നമ്മൾ അടുത്ത സീറോ അഡ്രസ് ഇൻസ്ട്രക്ഷൻ കൊടുത്തത് എന്താണ്, വീണ്ടും ആഡാണ് കൊടുത്തത്. ആഡ് കൊടുത്തു, ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിൽ സി പ്ലസ് ഡി ചെയ്തു. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷനാണ് മൾ. അതായത് അത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാം, മൾ എന്ന് മാത്രം കൊടുത്താൽ മതി. ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിൽ എന്താടക്കും, സി പ്ലസ് ഡി സ്റ്റാർ എ പ്ലസ് ബി, മേലുള്ള രണ്ടാൾക്കാരെയും കൂടി പിടിച്ചിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. അപ്പോൾ സി പ്ലസ് ഡിൻ്റെ റിസൾട്ട് അവിടെ ഉണ്ടാവും, എ പ്ലസ് ബിൻ്റെ റിസൾട്ട് അവിടെ ഉണ്ടാവും. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. ആ റിസൾട്ട് ഇവിടെ ചെയ്ത് ഇതൊക്കണം. ആ ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിലുള്ള ആളെ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പോപ്പി എക്സ്, അയാളെ പിടിച്ചിട്ട് പോപ്പ് ചെയ്യും. അതായത് അതിനകത്തുനിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്യുക എന്നും പറയാം, അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് എടുക്കും, സ്റ്റാക്കിൽ നിന്ന് പുറത്തേക്ക് എടുക്കും. ഇങ്ങനെയാണ് പോപ്പ് എന്ന് പറയാം. പോപ്പ് എക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിലുള്ള ആളെ പിടിച്ചിട്ട് നമ്മളുടെ മെമ്മറിയിലുള്ള എക്സിൽ കൊണ്ടുപോയി വെക്കും. ഓക്കെ, ഇതിനകത്തുള്ള ആഡ് മള്ള് അതൊക്കെ ആട്ടോ സീറോ അഡ്രസ് ഇൻസ്ട്രക്ഷൻസ്. ഒരിക്കലും ഇനി ഇതിലിവിടെ സീറോ അഡ്രസ് ഇൻസ്ട്രക്ഷൻ എന്നൊരു കൺഫ്യൂഷൻ വരരുത്. ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ആഡ് മള്ള് എന്നൊക്കെ ഉള്ളതാണ് സീറോ അഡ്രസ് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റിനകത്ത് പറയാനുള്ളത്. അപ്പോൾ കൺഫ്യൂഷനൊന്നും ഉണ്ടാകുന്ന ഏരിയ അല്ല. പക്ഷേ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഈ ഒരു എക്സാമ്പിൾസ് മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻ്റെ എക്സാമ്പിൾ എന്താണെന്ന് നിങ്ങൾ എഴുതി കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് അറിയും എന്ന്
മറ്റേ ആൾക്ക് നോക്കുന്നതാൾക്ക് മനസ്സിലാവുള്ളൂ. അതേപോലെ 2 അഡ്രസ് ഇൻസ്ട്രക്ഷൻ്റെത്, 1 അഡ്രസ് ഇൻസ്ട്രക്ഷൻ്റെ, 0 അഡ്രസ് ഇൻസ്ട്രക്ഷൻ്റെ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം. എഴുതുന്നത് കണ്ടാൽ തന്നെ നമുക്കറിയാലോ ഒരാൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണിത്. അതായത് എക്സാമിന് ചോദിക്കുന്നു ഷുവറൊന്നും പറയാൻ പറ്റില്ല, കാരണം ഡിഗ്രി ലെവലിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ള കൺസെപ്റ്റുകളാണ്. എങ്കിൽ കൂടെ നിങ്ങളും മസ്റ്റായിട്ട് പഠിച്ചിരിക്കുക. എക്സാമിന് നിങ്ങളത് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി വൈഡായിട്ടാണ് എല്ലാ കൺസെപ്റ്റുകളും പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഏത് ചോദിക്കും നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ എല്ലാ ഏരിയയും നിങ്ങൾ പഠിച്ചിരിക്കണം. അതും പോരാഞ്ഞ് നിങ്ങൾ റഫർ ചെയ്യാൻ കൂടെ വേണം. എന്നാലേ എക്സാമിനൊക്കെ ഫുൾ മാർക്ക് എന്നുള്ള ലെവലിലേക്കൊക്കെ എത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുക. ബുക്കുകളൊക്കെ ലൈബ്രറിയിലൊക്കെ ഒന്ന് റഫർ ചെയ്യുക, മാക്സിമം കവർ ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ സിലബസും ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊക്കെ നോക്കേണ്ടവർക്ക്, അതായത് എല്ലാവർക്കും ടൈമൊന്നും ഉണ്ടാവില്ല. ടൈം ഉള്ളവർ അതിനനുസരിച്ചൊക്കെ പഠിക്കുക, അല്ലാത്തവർ ഇതിനെ ഫോളോ ചെയ്താൽ മതിയോ. ഓക്കെ, അപ്പോൾ വീഡിയോ വാച്ച് ചെയ്തിട്ട് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക, സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നമ്മളോട് സംസാരിക്കുക. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എത്രയും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്, മെസ്സേജ് അയക്കാവുന്നതാണ്. അതിനുള്ള ഫുൾ ഫ്രീഡം നമ്മൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് ഏറ്റവും പോസിറ്റീവായ രീതിയിൽ തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.